എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. നമ്മൾ 2024 ഏപ്രിൽ ബാച്ച് മുതൽ നമ്മളെ സിലബസ് മാറിയ വിവരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2-3 പാർട്ടായിട്ടായിരിക്കും ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്തുന്നത്. കാരണം വീഡിയോ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 2-3 പാർട്ടായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് അതിൻ്റെ ആൻസറുകളും പറയുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹിസ്റ്ററി സെക്ഷൻ എയിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഹു എസ്റ്റാബ്ലിഷ്ഡ് ദി ശുംഗ ഡൈനാസ്റ്റി ഇൻ നോർത്ത് ഇന്ത്യ? ഉത്തരേന്ത്യയിൽ ശുംഗ ഡൈനാസ്റ്റി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, സ്ഥാപിച്ചത്? അവിടെ 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പുഷ്യമിത്ര, വാസുദേവ, അശോക്, ബിന്ദുസാർ. ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ആണ്, പുഷ്യമിത്രയാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് അലക്സാണ്ടർ ഡൈ? അലക്സാണ്ടർ അന്തരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 324 BC ഉണ്ട്, 322, 23, 25 ഇത്രയും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആൻസർ 323 BC ആണ് അദ്ദേഹം അന്തരിക്കുന്നത്. അതിന് ഒരു ചോയ്സ് കൂടിയുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ ദി ഇമ്പോർട്ടൻ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻഡിക്കേറ്റിംഗ് ദി പാർത്തിയൻ റൂൾ ഇൻ ദി നോർത്ത് വെസ്റ്റേൺ ഏരിയ ഓഫ് പാകിസ്ഥാൻ വാസ്. അതായത് ഇമ്പോർട്ടൻ്റ് ഇൻസ്ക്രിപ്ഷൻ, ഒരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ എവിടെയാണ്? ഇൻഡിക്കേറ്റ് ദി പാർത്തിയൻ റൂൾ, ഏതിൻ്റെ ഭരണത്തെക്കുറിച്ച്? പാർത്തിയൻ ഭരണത്തെക്കുറിച്ച്. എവിടെ? നോർത്ത് വെസ്റ്റേൺ ഏരിയ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റേൺ ഏരിയയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏത് ഇൻസ്ക്രിപ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് താക്തി ഫാഹി, താക്തി കിതാബ്, പിന്നെന്താണ് റമ്മിൻഡി, പിന്നെന്താണ് ബർഹുഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഉള്ളത് ഏതാണ്? താക് ബഹി എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷനാണ്, ഓപ്ഷൻ എ, അതാണ് ആൻസർ. താക് ബഹി എന്നുള്ളതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദി കുഷാനാസ് ഒറിജിനലി ബിലോങ് ടു വിച്ച് ട്രൈബ്? കുഷാനന്മാർ യഥാർത്ഥത്തിൽ ഏത് ട്രൈബിൽ, ഏത് വർഗത്തിൽ പെട്ടവരാണെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? യോച്ചി, ഹാൻ, ചിൻ, ഷാങ്സ്, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ എ ആണ്, യാച്ചി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അണ്ടർ ശതവാഹനാസ്? ശതവാഹനന്മാരുടെ ഭരണ സംവിധാനത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമ, അഹാരാസ്, രാഷ്ട്രാസ്, ഗ്രാമിക. ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രാമ എന്നുള്ളത് ഓപ്ഷൻ എ, ഗ്രാമയാണ് കറക്റ്റ് ആൻസർ. അതിൽ ഒരു ചോയ്സ് കൂടിയുണ്ട്. അതായത് അതിൽ രണ്ടാമത്തേത്, ഇൻഡോ ഗ്രീക്സ് വെയർ ഓൾസോ നോൺ ബൈ വിച്ച് നെയിം? ഇൻഡോ ഗ്രീക്കുകളെ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? യവനാസ്, അതുപോലെ സൈത്യൻസ്, ഹ്യൂന, പല്ലവാസ്. ഇതിലേത് പേരിലാണ് അവരെ അറിയപ്പെടുന്നത് എന്നാണ്. നാലാമത്തേൽ രണ്ടാമത്തത്, അവരെ അറിയപ്പെടുന്ന പേര് യവനാസ് എന്നാണ്. ഇൻഡോ ഗ്രീക്കിനെ അറിയപ്പെടുന്ന യവനന്മാർ അല്ലേ, യവനാസ് എന്നാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദി ടെക്സ്റ്റ് കോൾഡ് ബെലിൻഡ പനോ മെൻഷൻസ് ഹൗ മെനി ഒക്കുപ്പേഷൻസ്? അതായത് മിലിൻഡ പനോ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ എത്ര ഒക്കുപ്പേഷൻസിനെ കുറിച്ച്, തൊഴിലുകളെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തൊഴിലുകളെക്കുറിച്ചാണ്? ഓപ്ഷൻ ഡി ആണത്. 75 ആൻസർ. 75 ഒക്കുപ്പേഷൻസിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്സ് ടുക്ക് ദി ടൈറ്റിൽ ഓഫ് മഹാരാജാതിരാജ? ഏത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കിങ്സ്, താഴെ പറയുന്നവയിൽ ഏത് രാജാവാണ് രാജ എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേരിന് അർഹനായിട്ടുള്ളത്? അത് ആരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്, പിന്നെ ആരാണ്? ശ്രീഗുപ്ത, ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത. ഇതിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് ആൻസർ. സി ആണ്, ചന്ദ്രഗുപ്ത ഫസ്റ്റ്. അതിൽ തന്നെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് എഴുതാം.
ഹൂ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി ലോർഡ് ഓഫ് ദി നോർത്ത്. അതായത് ഹൂ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി ലോർഡ് ഓഫ് നോർത്ത്, നോർത്തിൻ്റെ ലോർഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? പുലകേശനാണോ, ഹർഷവർദ്ധൻ, അശോക, അതുപോലെ ഒരു പേരുടെ ദുർവാസേന 2 സെക്കൻഡ്. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഹർഷവർദ്ധന. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദി ചീഫ് അഡ്വൈസർ ഓഫ് ദി സുൽത്താൻ ഡ്യൂറിങ് ദി സൽത്തനേറ്റ് പീരീഡ്. അതായത് സുൽത്താൻ ഭരണകാലത്തിലെ സൽത്തനേറ്റ് പീരീഡിലെ ചീഫ് അഡ്വൈസർ, മുഖ്യ ഉപദേശകൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉലേമ, അമിൽ, അതുപോലെ ആരിസി, മംലിക്, വാസിർ. 4 ഓപ്ഷൻ ഉണ്ട് 7ാമത്തേൽ. അത് കറക്റ്റ് ആൻസർ ഡി ആണ്, വാസിറാണ് കറക്റ്റ് ആൻസർ. ഇനി അതിൽ രണ്ടാമത് മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ സൽത്തനേറ്റ് പീരീഡ് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് സെറ്റപ്പ് ടു ലുക്ക് ആഫ്റ്റർ ദി മിലിറ്ററി ഓർഗനൈസേഷൻ. മിലിറ്ററി ഓർഗനൈസേഷൻ മീൻസ് അവരുടെ സൈനികപരമായിട്ടുള്ള ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സൈന്യത്തിന് സൽത്തനേറ്റ് പീരീഡിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് സൈന്യത്തെ സംരക്ഷിക്കുന്നത്? അവർക്കൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ ഏതാണെന്നാണ്. ദിവാനി ഇൻഷ, ദിവാനി റസലത്ത്, ദിവാനി ആർട്സ്, ദിവാനി വാക്കൂഫ്. ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദിവാനി ആർട്സ് എന്നുള്ളതാണ് ആൻസർ, സി ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദി സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ അവരുടെ ഭരണത്തിലെ ഏറ്റവും ചെറിയ ഘടകം, സ്മാളസ്റ്റ് യൂണിറ്റ് ഏതായിരുന്നു? സർക്കാർ, പർഗാന, വില്ലേജ്, പ്രൊവിൻസ്. ഇതിലേതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ്, ഏറ്റവും ചെറിയ ഘടകം അവരുടേത് വില്ലേജ് ആയിരുന്നു, ഗ്രാമം. നെക്സ്റ്റ് അതിൽ തന്നെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. വാട്ട് വാസ് ദി റോൾ ഓഫ് ഖത്ത്, മുദ്ദം ആൻഡ് പദ്വാരി. ഇതിൽ എന്തൊക്കെ വാട്ട് വാസ് ദി റോൾ ഓഫ് ഏതിൻ്റെയൊക്കെ? ഖത്ത്, മുദ്ദം, അതുപോലെ മുഗ്ദം, പദ്വാരി. ഇതിൻ്റെയൊക്കെ ഇവരുടെ റോൾ എന്തായിരുന്നു എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വില്ലേജ് ഫങ്ഷണറീസ് ആണോ, അക്കൗണ്ടൻറ്റ്, അതുപോലെ കോട്ട്വാൾസ്, ബാരിഡ്സ്. ഇതിലേതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വില്ലേജ് ഫങ്ഷൻസ് അല്ലേ, വില്ലേജ് ഫങ്ഷൻസിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഗോണ്ട്വാന ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഇൻ സെൻട്രൽ ഇന്ത്യ വാസ് റൂൾഡ് ബൈ. ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഇൻ സെൻട്രൽ ഇന്ത്യ, മധ്യേന്ത്യയിലെ ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് ആയിരുന്ന ഗോണ്ട്വാന ആരാണ് ഭരിച്ചിരുന്നതെന്നാണ്. റാണി ദുർഗാവതി, ഷാജഹാൻ, ലക്ഷ്മിബായ്, റാണ സംഗ. ഇതിൽ ആരായിരുന്നു എന്നുള്ളതാണ്. ആരാണ്? റാണി ദുർഗാവതി. കറക്റ്റ് ആൻസർ ഏതാണ്? എ ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് അതിൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇൻ 1595 ഹൂ വാസ് ദി റൂളർ ഓഫ് അഹമ്മദാബാദ്. 1595 ആരായിരുന്നു അഹമ്മദ് നഗറാണ്. അഹമ്മദ് നഗറിലെ റൂളർ, ഭരണാധികാരി ആരായിരുന്നു? 595 ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരായിരുന്നു? അവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അബ്ദുൽ രാഹുൽ ഖാൻ, ചന്ദ് ബിബി, അബ്ദുൽ ഫസി, പ്രിൻസ് ദനിയാൽ. ഇത്രയും കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ചന്ദ് ബീവി, അതായത് ചന്ദ് ബീബി ഓപ്ഷൻ ബി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് മിഡീവൽ ടൈംസ് ദി റിലീജിയസ് ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ് വാസ് കളക്റ്റീവ്ലി റെഫേർഡ് ടു ആസ് ഡാഷ്. അതായത് ഡ്യൂറിങ് മിഡീവൽ ടൈംസ്, മധ്യകാല ഇന്ത്യയിൽ അല്ലെ, മധ്യകാല സമയത്ത് റിലീജിയസ് ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസിൻ്റെ ബൗദ്ധികപരമായിട്ടുള്ള മതബൗദ്ധികപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനെ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? ഉലേമ, സുൽത്താൻ, മൗലവീസ്, സൂഫി. ഇതിലേതായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കറക്റ്റ് ആൻസർ ഏതായിരുന്നു? ഉലേമ ആയിരുന്നു. ഉലേമയാണ് മുസ്ലിംസിൻ്റെ മതപരമായിട്ടുള്ള ബൗദ്ധിക ഗ്രൂപ്പിനെ അറിയപ്പെട്ടിരുന്ന പേര്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റീപ്ലേസ്ഡ് മിർജാഫർ ആസ് നവാബ് ഓഫ് ബംഗാൾ ഇൻ 1760. 1760 മിർജാഫറിന് പകരം ആരാണ് ബംഗാളിലെ നവാബായത്? ആരാണ്? മിർ ഖാസിം, സിറാജുദ്ദൗള, അലിവർദി ഖാൻ, അതുപോലെ ഫറൂഖ് സിയാർ. ഇതിൽ ആരാണ്? മിർ ഖാസിമാണ് ആൻസർ. എ ആണ് മിർ ഖാസിം.
12ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് റൂൾ കെയിം ടു പവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഡാഷ്. അതായത് ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം ഇന്ത്യയിൽ ഏത് യുദ്ധത്തിന് ശേഷമാണ് അവരുടെ അധികാരം എന്ത് ചെയ്യുന്നത് ശക്തമായിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഏത് യുദ്ധത്തിന് ശേഷമാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി ആണോ, ബാറ്റിൽ ഓഫ് ബക്സർ ആണോ, ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്, ബാറ്റിൽ ഓഫ് ജാൻസി? ഇതിലേതാണ്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിന് ഇവിടെ അടിത്തറ പാകുന്നത്. അതിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, വിച്ച് ഗവർണർ ജനറൽ സെപ്പറേറ്റഡ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ഡ്യൂട്ടീസ് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ. ഏത് ഗവർണർ ജനറലാണ് എക്സിക്യൂട്ടീവ് തലത്തിലും അതുപോലെ നീതിന്യായ വിഭാഗം ജുഡീഷ്യൽ ഡ്യൂട്ടീസും ഒക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ എന്ത് ചെയ്തത്? സെപ്പറേറ്റ് ചെയ്തത്, വേർതിരിച്ചത് ആരാണ്? ലോർഡ് വെല്ലസ്ലി, ലോർഡ് മിൻറ്റോ, ലോർഡ് ഹെസ്റ്റിങ്സ്, ലോർഡ് കോൺവാലീസ്. ഇതിൽ ആരാണ്? ലോർഡ് കോൺവാലീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഡി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദി ബുക്ക് പോവർട്ടി ആൻഡ് ദി അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ആരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്? മഹാരാജ അഗ്രസൻ, ബങ്കിങ് ചന്ദ്ര, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ദാദാഭായ് നവറോജി. ഇതിലാരാണ്? ആ ടെക്സ്റ്റ് എഴുതിയ വ്യക്തിയുടെ പേരാണ് ദാദാഭായ് നവറോജി. അത് ഓപ്ഷൻ ഡി ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഐഡിയ ഓഫ് ഇന്ത്യൻ നാഷണാലിസം വാസ് ബേസ്ഡ് ഓൺ ദി ട്വിൻ ഐഡിയ ഓഫ് ഡാഷ്. ഐഡിയ ഓഫ് ഇന്ത്യൻ നാഷണാലിസം, ഇന്ത്യൻ ദേശീയത എന്നുള്ള ആശയം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ബേസ്ഡ് ഓൺ ദി ട്വിൻ ഐഡിയ ഓഫ് എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ്? അതായത് ഒന്ന് ഓപ്പോസിഷൻ ടു ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ, 2 യൂണിറ്റി ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ, സി ബോത്ത് എ ആൻഡ് ബി. അതായത് എന്താണ് ഇന്ത്യൻ നാഷണാലിസം, ഇന്ത്യൻ ദേശീയത അല്ലേ, അങ്ങനെ ഒരു ആശയം ഏത് ട്വിൻ ഐഡിയ, ഏതൊക്കെ 2 ആശയങ്ങൾ ചേർന്നതാണ്? അത് ഇതിൽ സി ആണ് ഓപ്ഷൻ. അതായത് ബോത്ത് എ ആൻഡ് ബി രണ്ടും വരും. ഏതൊക്കെയാണ്? രണ്ടും കൂടി ചേർന്നിട്ടാണ് ഓപ്പോസിഷൻ ടു ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് കോളനിവൽകൃത ഭരണത്തിന് ആ ഭരണത്തോടുള്ള എതിർപ്പും യൂണിറ്റി ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യൻ ജനതയുടെ ഐക്യവും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദി ഇന്ത്യൻ ലീഡർ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദി ഗണപതി ഫെസ്റ്റിവൽ. ഏത് ഇന്ത്യൻ നേതാവാണ്, ഇന്ത്യൻ ലീഡറാണ് എന്ത് ചെയ്തത്? ഗണപതി ഫെസ്റ്റിവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബാലഗംഗാധര തിലക്, മഹാത്മാഗാന്ധി, ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ. ഇതിൽ ആരാണ്? ബാലഗംഗാധര തിലക് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ എ. 15ാമത്തേത് ഓപ്ഷൻ എ ആണ്. ബാലഗംഗാധര തിലകാണ് ഗണപതി ഫെസ്റ്റിവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് അതിലൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രസ്താവന ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇൻ യൂറോപ്പിലെ പൊളിറ്റിക്കൽ ഐഡിയാസ് ഫോം ദി നാഷണൽ യൂണിറ്റി. യൂറോപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് നാഷണൽ യൂണിറ്റിയിൽ നിന്നാണ്. നാഷണൽ ഐക്യം അവരുടെ ദേശീയ ഐക്യത്തിൽ നിന്നാണ്. ഇൻ ഏഷ്യ, നമ്മുടെ ഏഷ്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലീജിയസ് ഐഡിയാസ് ഫോം ദി നാഷണൽ യൂണിറ്റി. ഇവിടെയാണെങ്കിൽ നമ്മുടെ ദേശീയ ഐക്യം മതത്തിൻ്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമാണ് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആരാണെന്നാണ്? വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, വിദ്യാസാഗർ, റാം മോഹൻ റായ്. ഇത് ആരുടെ പ്രസ്താവനയാണ്? വിവേകാനന്ദൻ്റെ. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ലേ അറ്റ് ദി ഹാർട്ട് ഓഫ് ഇന്ത്യൻ നാഷണാലിസം. നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ അല്ലേ, അതായത് എന്താണ് നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? കമ്പൈൻഡ് ഓപ്പോസിഷൻ ടു ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ചേർന്നുള്ള എതിർപ്പുകൾ, അതുപോലെ ഡിസയർ ടു അച്ചീവ് നാഷണൽ യൂണിറ്റി, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബോത്ത് എ ആൻഡ് ബി. സി ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി, അതായത് കമ്പൈൻഡ് ഓപ്പോസിഷൻ ടു ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ ഇന്ത്യൻ നാഷണാലിസം അല്ലേ, അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ജനങ്ങളുടെ ഇവിടെയുള്ള ഉണ്ടായിരുന്ന ഇന്ത്യൻ ജനതയുടെ ചേർന്നുള്ള എതിർപ്പ്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള എതിർപ്പും. ബി ഏതാണ്? ഡിസയർ ടു അച്ചീവ് നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യം നേടിയെടുക്കുന്നതിനുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് അവിടുത്തെ ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഇമ്പാക്റ്റ് ഓഫ്
ബ്രിട്ടീഷ് റൂൾ വാസ് ഫെൽറ്റ് ഫസ്റ്റ് ഇൻ വിച്ച് റിലേം. അതായത് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാധീനം. ദി ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വാസ്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം അല്ലേ, അത് ആദ്യമായിട്ട് അലയടിച്ചത് എവിടെയായിരുന്നു? നമ്മുടെ കൾച്ചർ, എക്കണോമി, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ. എവിടെയാണ് അത്? നമ്മുടെ കൾച്ചർ എന്നുള്ളതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിലൊരു ഓപ്ഷൻ കൂടിയുണ്ട്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സോഷ്യൽ റിഫോമർ അഡ്വക്കേറ്റഡ് റീമാരേജ് ഓഫ് വിഡോസ്? വിഡോ ആരാണ്? വിധവ. വിധവകളുടെ വിവാഹം അല്ലേ, വീണ്ടും അവരെ വിവാഹം കഴിപ്പിക്കുന്ന, റീമാരേജ്, പുനർവിവാഹം ചെയ്യിപ്പിക്കുന്നത്, അതിനെ പ്രോത്സാഹിപ്പിച്ച സോഷ്യൽ റിഫോമർ, സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? അവിടെ 4 ഓപ്ഷൻസ് കൂടി ഉണ്ട്. ഏതൊക്കെയാണ്? റാം മോഹൻ റോയ്, കേശവ് ചന്ദ്ര സെൻ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ജ്യോതി ഫുലെ. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സി ആണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ്. 17. 18ാമത്തത്, ദി ഓറിജിൻസ് ഓഫ് എക്കണോമിക് നാഷണാലിസം ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു വിച്ച് ഇന്ത്യൻ ലീഡേഴ്സ്? ഓറിജിൻസ് ഓഫ് എക്കണോമിക് നാഷണാലിസം, നമ്മുടെ സാമ്പത്തിക ദേശീയത ഉടലെടുക്കുന്നത് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു വിച്ച് ഇന്ത്യൻ ലീഡേഴ്സ്? ഏതൊക്കെ ഇന്ത്യൻ നേതാക്കന്മാർ? ദാദാഭായ് നവറോജി, മഹാദേവ് ഗോവിന്ദ് റാനഡെ, പിന്നെ ആരാണ്? രമേശ് ചന്ദ്ര ദത്ത്, ഓൾ ഓഫ് ദി എബോവ്. ഇതിലേതാണ് ആൻസർ എന്നാണ്. 18ാമത്തതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി എബോവ്. ഈ മുകളിൽ പറഞ്ഞ 3 പേരും അല്ലെ, എല്ലാവരും ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, മഹാദേവ് ഗോവിന്ദ് റാനഡെ, രമേശ് ചന്ദ്ര ദത്ത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഐഡിയ ഓഫ് നാഷണാലിസം ഫസ്റ്റ് ടുക്ക് റൂട്ടിൻ. ദേശീയത എന്ന ആശയം ആദ്യം വേരോടിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ആ ആശയം എന്നുള്ള? അമേരിക്ക, ഏഷ്യ, സൗത്ത് ആഫ്രിക്ക, യൂറോപ്പ്. എവിടെ നിന്നിട്ടുള്ളതാണ്? യൂറോപ്പാണ് ആൻസർ. കറക്റ്റ് ആൻസർ ഡി ആണ്, യൂറോപ്പ്.